ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ് ദൈവമേ, ഉടമ്പടിയിലെ സ്നേഹപ്രവർത്തികളെ സ്പീഡായി ചെയ്യാൻ, അതിവേഗം ചെയ്യാൻ, സന്തോഷത്തോടെ ചെയ്യാൻ ദൈവസ്നേഹത്താൽ എന്നെ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. അപ്പൊ ഇതിന് ഉടമ്പടിക്ക് നമ്മളിപ്പോൾ സംസാരിച്ചെടുക്കുന്ന വിഷയം എന്താണ്? ഉടമ്പടിക്ക് നിലം ഒരുക്കുക, അല്ലെ? ചെടി വെക്കാൻ നേരത്ത് നമ്മൾ നിലം ഒരുക്കി മണ്ണ് ഇളക്കി വളമിട്ട് കളകൾ പറിച്ചൊക്കെ കളഞ്ഞ പോലെ ഉടമ്പടിയിൽ ആദ്യമേ തന്നെ ഇതുപോലെ നമുക്ക് ഉടമ്പടിക്കെതിരെ നിൽക്കുന്ന ശക്തികളെയൊക്കെ പറിച്ച് മാറ്റി ക്ലിയർ ഗ്രൗണ്ട് ക്ലിയർ ചെയ്യണം. ഇംഗ്ലീഷ് ബൈബിളിൽ ഹി ഹാസ് ക്ലിയർ ദ ഗ്രൗണ്ട് ബിഫോർ എന്ന് കിടപ്പുണ്ട്. അതായത് സങ്കീർത്തനം 8:88, സങ്കീർത്തനം 8:8. ശ്രുതികട ഹല്ലേലൂയ. 80-ാം സങ്കീർത്തനം 8-ാം തിരുവചനം. ഈജിപ്തിൽ നിന്ന് അവിടുന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജനതകളെ പുറത്താക്കി അത് നട്ടുപിടിപ്പിച്ചു. ഇത് രണ്ട് കാര്യമാണ്. ഒന്ന് പറഞ്ഞ് ഈജിപ്തിൽ നിന്ന് അവിടുന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജനതകളെ പുറത്താക്കി അത് നട്ടുപിടിപ്പിച്ചു. അവിടുന്ന് അതിനുവേണ്ടി തടമൊരുക്കി അത് വേരൂന്നി വളർന്നു, ദേശം മുഴുവനും പടർന്നു. അപ്പൊ ഇത് അതായത് ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിനെ കൊണ്ടുവന്ന കാര്യമാണ് പറയണത്. പക്ഷെ അതിനെ ഒരു മുന്തിരിച്ചെടിയായിട്ട് ഉപമിച്ചിട്ട് പറയണത് എന്താണ്? ഈജിപ്തിൽ നിന്ന് അവിടുന്ന് ഒരു കുഞ്ഞിച്ചെടിയെ കൊണ്ടുവന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്തു. എന്ത് ചെയ്ത്? അത് അവിടുന്ന് സങ്കീർത്തനം 80:8 വായിച്ചോളൂ. ജനതകളെ പുറത്താക്കി, അതായത് ഉടമ്പടിക്കെതിരെ നിൽക്കുന്ന ശക്തികളെ പുറത്താക്കി. അത് നിസ്സാര കാര്യമല്ല. അതിന് നിങ്ങളെ പല ആൾക്കാരും ഉടമ്പടിക്കെതിരെ നിൽക്കുന്ന ശക്തികളെ മനസ്സിൽ നിന്ന് പുറത്താക്കാതെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വളരെ സീരിയസ് വിഷയമാണ്. അത് കർത്താവ് പറഞ്ഞ പോലെ ഭാര്യ മക്കളാകാം. ഇപ്പം സാറാ തന്നെ ചിരിച്ചില്ലേ? ചിരിച്ചതിൻ്റെ പേരിൽ എന്നാ പറ്റിയത്? ആ ഉടമ്പടി ലാഗ് ചെയ്തു, 25 കൊല്ലം ലാഗ് ചെയ്തു. പെണ്ണുമ്പോൾ അത് വിശ്വസിച്ചില്ലല്ല. ചിരിച്ചതിന് കാരണം അവർ പറയുന്നുണ്ട്, ഞാൻ പ്രായമാണ്, ഹസ്ബൻഡും പ്രായമാണെന്ന് പറയുന്നുണ്ട്. ബുദ്ധിപരമാണ്, മെരിറ്റില്ലെന്നാണ് പറയണത്, അല്ലേ? നമ്മുടെ ഉടമ്പടി ഭാഷ പറഞ്ഞ സാറാ ചിരിക്കാൻ കാര്യം എന്താ? മെരിറ്റില്ലെന്നാണ് അതവർ പറയുന്നു. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, മഹത്വം. ആരാധന, ആരാധന. യേശുവേ ആരാധന. ഉൽപ്പത്തി 18:12. ഉൽപ്പത്തി 18:12. അതിനാൽ സാറ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓക്കേ, ഇതാ ഒന്ന് പറഞ്ഞു. അതിനാൽ സാറ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് പ്രായമേറെയായി. അവർ ചിരിക്കാൻ കാരണം എന്താണ്? എനിക്ക് പ്രായം ഏറെയായി. അവർ മെരിറ്റ് ഇല്ലെന്ന് അവർ പറയണത്. ബൈബിളിൽ എപ്പോഴും നമ്മൾ ഉടമ്പടിയിൽ എപ്പോഴും മെരിറ്റോ ഡിമെരിറ്റോ നോക്കത്തുള്ളൂ. സാറ എന്താ ചിരിക്കാൻ കാരണം? എനിക്ക് മെരിറ്റ് ഇല്ല. എന്താ കാരണം? പ്രായം ഏറെയായി. അടുത്ത വിഷയം എന്താ? ഭർത്താവും വൃദ്ധനായി. ഭർത്താവിനും മെരിറ്റ് ഇല്ല. അയാൾ പ്രായമായി വലിയ അപ്പാപ്പനായി. ഭർത്താവ് അപ്പാപ്പനായി, അതേസമയം തന്നെ ഇവരും പ്രായം കവിഞ്ഞ്, മെരിറ്റില്ല. പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിൽ പലപ്പോഴും വരണത് നമുക്ക് ആൾക്കാരെ ചിരിക്കാൻ കാരണം എന്താ? ഇപ്പം നിങ്ങളുടെ വീട്ടിൽ പോകുമ്പോൾ നിങ്ങൾ ഉടനെ പറയുമോ, ഇപ്പം തന്നെ ഇങ്ങനെ ആലപ്പുഴയിൽ നിന്ന് ചുമന്നുകൊണ്ട് പോരുമെന്ന് പറഞ്ഞ് ചിരിക്കും അവർ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെരിറ്റ് ഇല്ല എന്നുള്ളതാണ്. മെരിറ്റ് ഇല്ലാത്ത സ്ഥലത്ത് പിന്നെ എന്ത് വർക്കൗട്ട് ചെയ്യാനാണ്? ഈ ഷാംലിൻ സാക്ഷ്യം പറഞ്ഞത് എന്താ? ഒരു കുഞ്ഞ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് 9 കൊല്ലമായി. കഴിഞ്ഞ 9 കൊല്ലമായിട്ട് കല്യാണം കഴിച്ചിട്ട് ഈ 9 കൊല്ലവും ഞങ്ങൾ ഞാൻ വേലയെടുത്ത കാശും എൻ്റെ വൈഫ് വേലയെടുത്ത കാശും ആശുപത്രികളെ കൊണ്ടേ കൊടുക്കുകയാണ്. എന്തിനാണ്? ട്രീറ്റ്മെൻറ്റിന് വേണ്ടി. അത് അവർ കുഞ്ഞുണ്ടാകാൻ വേണ്ടി ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഓരോ തരം ആശുപത്രി ചെല്ലുമ്പോൾ ഓരോ സൂപ്പർ സ്പെഷ്യാലിറ്റിക്കാർ പറയുന്ന അനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്ത്
ഞങ്ങളുടെ 5 കാലണയില്ലേ ഇപ്പം. കാര്യം 9 കൊല്ലത്തെ ജോലി കാശെല്ലാം ഈ മക്കളുണ്ടാകാൻ വേണ്ടി ട്രീറ്റ് ചെയ്ത് തീർന്നു. അപ്പം അങ്ങനെ തീരുകയാണ്. അതുപോലൊരു അവസ്ഥയാണ് ഈ അബ്രഹാത്തിൻ്റെ അവസ്ഥയും. സാറ ചിരിക്കാൻ കാരണമെന്നാണ്, അവിടെ മെരിറ്റ് തീർന്നു. പണവും ഒരു മെരിറ്റാണ്, അത് തീർന്നു. ചികിത്സിക്കാനുള്ള കാശ് തീർന്നു. പിന്നെ എന്താ അവർക്ക് തീർന്നത്? അവർക്ക് ഇനി കുട്ടികൾ ഉണ്ടാവത്തില്ല എന്നുള്ള ജനിതകമായിട്ട് തന്നെ ഡോക്ടർ സർട്ടിഫൈഡ് ആയിട്ട് കുട്ടികളില്ല, ഉണ്ടാവത്തില്ലെന്നായി. അപ്പം തീർന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് സൂപ്പർ സ്പെഷ്യാലിറ്റിയിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള സയൻറ്റിസ്റ്റുകൾ തന്നെ പറഞ്ഞിരിക്കുന്ന മക്കളില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉടമ്പടി എടുക്കുമ്പോൾ എങ്ങനെ മക്കളുണ്ടാകും? അപ്പോൾ സ്വാഭാവികം കേൾക്കുന്നവർ ചിരിക്കും അല്ലേ? അപ്പം സാറായുടെ ചിരി ഇപ്പോഴും ഉള്ളതാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഇവന് ദൈവസ്നേഹം ഇങ്ങനെ നിറഞ്ഞില്ലേ? ദൈവസ്നേഹം നിറഞ്ഞിട്ട് ഉടമ്പടിയുടെ ചട്ടങ്ങൾ കൃത്യമായിട്ട് പാലിക്കുകയാണ്. അല്പം പോലും തെറ്റാതെ രോഗികളെ പോയി കാണുന്നു, അനാഥരകളെ പോയി കാണുന്നു. അതുപോലെ തന്നെ തെരുവിൽ നടക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ അങ്ങോട്ട് ഇരുന്ന് ചോദിക്കുന്നു, ഭക്ഷണം കഴിച്ചോ, പൈസ ഉണ്ടോ ചോദിക്കുന്നു, അവർക്ക് പങ്കുവെക്കുന്നു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എന്നാ പറ്റുമെന്നറിയാമോ? 1 മാസത്തിനുള്ളിൽ വൈഫ് പ്രഗ്നൻ്റ് ആകുകയാണ് പെട്ടെന്ന്. അതായത് 9 കൊല്ലം ട്രീറ്റ് ചെയ്തിട്ട് നടക്കാഞ്ഞ കാര്യം ഉടമ്പടിയുടെ 1 മാസം കൊണ്ട് വൈഫ് പ്രഗ്നൻ്റ് ആവും. അപ്പോൾ ആ കുഞ്ഞിനെ കൊണ്ടുവന്നാണ് അവർ സാക്ഷ്യം പറയണത്. നമ്മുടെ മുമ്പിലുള്ള സാക്ഷ്യം അതാണ്. ഞാൻ എന്താ ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഉടമ്പടിയുടെ ഒരു നിലവാരം ഇതാണ്. പക്ഷെ നിങ്ങൾ പലപ്പോഴും ഉടമ്പടി പക്ക ഉഴപ്പിയാണ് ചെയ്യണത്. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ചട്ടം പാലിക്കുന്നില്ല. ഉടമ്പടി എടുത്തു, അത്രേ ഉള്ളൂ. പിന്നെ ഒരു പ്രത്യക്ഷനൊക്കെ പ്രാർത്ഥനയൊക്കെ ചെല്ലും, വേറെ ഒന്നും ചെയ്യത്തില്ല. വേറെ ഒന്നും ചെയ്യാത്ത വല്ല പ്രശ്നം. ഈ ഷാമ്യം പറയുന്ന വിഷയം, എനിക്ക് ഓരോ ദിവസവും ദൈവസ്നേഹം എൻ്റെ നിറഞ്ഞുകൊണ്ടേയിരുന്നു. ദൈവസ്നേഹത്തോടു കൂടിയാണ് ഞാനതൊക്കെ ചെയ്യണത്. ദൈവസ്നേഹത്തോടെയാണ് ഞാനതൊക്കെ ചെയ്യണത്. അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങളോട് പറയണ കാരണം നിങ്ങളിതൊക്കെ ചെയ്യുമായിരിക്കും. ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ചെയ്യേണ്ടത് എപ്പോഴും ദൈവസ്നേഹത്തോടെ ചെയ്യണം. ദൈവസ്നേഹം ഒരു ഉമിനീര് പോലെയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ഉമിനീരില്ലെങ്കിൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും? അതുപോലെ തന്നെ നമ്മൾ ഒരു പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നിങ്ങൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കണം. ഇത് am I do it with firm love? ഒരു നല്ല ദൈവസ്നേഹത്തോടെയാണോ ഞാനിത് ചെയ്യണത്? ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ് ദൈവമേ, ഉടമ്പടി പാലിക്കാൻ ആവശ്യമായ ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഈ ദൈവസ്നേഹം നിറയണമെന്നെങ്കിൽ അധർമ്മത്തിൽ നിന്ന് നമ്മളിങ്ങനെ മാറേണ്ടി വരും. അധർമ്മ ജീവിതമില്ലേ? അധർമ്മം എന്ന് വെച്ചാൽ നീതികേട് കാണിക്കുന്ന ജീവിതമില്ലേ? നീതികേടെന്ന് വെച്ചാൽ നിയമം പാലിക്കാതിരിക്കുന്നതാണ് അനീതി എന്ന് പറയണത്. അവകാശങ്ങൾ നിഷേധിക്കുക. അവകാശങ്ങൾ നിഷേധിക്കുന്നതിന് പലപ്പോഴും അനീതിയായിട്ട് വരും. അപ്പോൾ അവകാശ നിഷേധനം കൂടുമ്പോൾ അധർമ്മമായിട്ട് വരും. അധർമ്മം വർദ്ധിച്ചാൽ ദൈവസ്നേഹം തണുത്തു പോകും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അധർമ്മം വർദ്ധിക്കുക. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 24:12 മത്തായി ഏറ്റു പറഞ്ഞേ. മത്തായി 24:12 അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകും. ഇതാണ് പ്രശ്നം. ദൈവസ്നേഹം നിങ്ങൾക്ക് തണുത്തു പോയിട്ടുണ്ടെങ്കിൽ, ഒരു ചൂടാറുന്ന ദൈവസ്നേഹം ഇല്ലെങ്കിൽ അധർമ്മത്തോട് നിങ്ങൾ കൂട്ടു നിൽക്കുന്നു എന്ന് വേണം പറയാൻ. അധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അവകാശത്തിൻ്റെ മേലുള്ള കടന്നുകയറ്റം അധർമ്മമായിട്ട് വരും. ഇപ്പോൾ നിയമം, അതുപോലെ തന്നെ നിയമം പാലിക്കുമ്പോൾ, ഇപ്പോൾ ഒരു നിയമം നമ്മൾ പാലിക്കണം എന്താണ്? അർഹതപ്പെട്ടത് കൊടുക്കാനും വാങ്ങിക്കാനും ഉള്ള നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ദൈവം അംഗീകരിച്ച ഡിവൈൻ ലോ തന്നെയാണത്. അപ്പോൾ അത് കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കുക. ഇപ്പം ഞാൻ ഉദാഹരണത്തിന്, ഇപ്പം നിങ്ങൾക്ക് 2 മക്കളുണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ 2 മക്കളുണ്ട്, 2 പെൺമക്കളും 2 ആമക്കളുണ്ടെന്ന് വിചാരിച്ചോ. ഇപ്പോൾ 2 പെൺമക്കളും 2 ആമക്കളുണ്ട്. പെൺമക്കളെയൊക്കെ കെട്ടിച്ചു വിട്ടു, അവരെ പഠിപ്പിച്ചു, നല്ലവണ്ണം പഠിപ്പിച്ചു, കെട്ടിച്ചു വിട്ടു. ഇപ്പോൾ അനിയൻ ചെറുക്കനും അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അവനും ഇപ്പോൾ പഠിച്ച് ജോലിയൊക്കെ ആയി. ഇപ്പോൾ പഠിപ്പും ജോലിയും ഇല്ലാതെ ഈ കെട്ടിച്ചു വിട്ടത് ആരാണ്? അപ്പം മരിച്ചതിന് ശേഷം മൂത്ത മകനാണ് കെട്ടിച്ചു വിട്ടിരിക്കണത്. മൂത്ത മകൻ വീട്ടിൽ നിന്നുകൊണ്ട്
അധ്വാനിച്ച് രാത്രിയും പകലും പീഡിയക്കടയോ കച്ചവടമോ പശുവിനെ വളർത്തിയോ കിടാവിനെ വളർത്തിയോ കന്നുപൂട്ടിയോ ഒക്കെ അവൻ ഇങ്ങനെ രാത്രിയും പകലും ജോലി ചെയ്ത് ഈ അനുജനെ ജോലിക്കാരനാക്കി പെങ്ങന്മാരെ കെട്ടിച്ചും വിട്ട്. പക്ഷെ അവൻ ഈ കണക്കൊന്നും എഴുതി വെച്ചിട്ടില്ല. അതാണ് പ്രശ്നം. അവൻ കണക്കെഴുതി വെച്ചിട്ടില്ല. സ്വന്തം അമ്മയ്ക്കും സഹോദരനൊക്കെ ചെയ്യണതിന് എന്ത് കണക്ക് എന്താണ് അവൻ ചിന്തിച്ചത്. പക്ഷേ ഇപ്പോഴെന്നാ പറ്റിയിരിക്കണമെന്ന് വെച്ചാൽ അനിയത്തി കെട്ടി വന്നില്ലേ വീട്ടിൽ. അനിയൻ്റെ ഭാര്യ കെട്ടി വന്നപ്പോൾ അവൾക്കിതൊന്നും അറിയേണ്ട കാര്യമില്ല. അവൾ ഉദ്യോഗസ്ഥയാണ്. അവൾ തന്നെ പറയണത് മനസ്സുണ്ടെങ്കിൽ എൻ്റെ കൂടെ താമസിച്ചാൽ മതി എന്നാണ്. അവളൊന്ന് പ്രസവിക്കാൻ പോയാൽ പിന്നെ അവളെ കാണത്തില്ല. മഷിയുടെ ഒക്കെ പിന്നെ കാണത്തില്ല. വേറെ കുഴപ്പമൊന്നും ചെയ്തില്ല, ഒന്ന് പ്രസവിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പിന്നെ ഇയാളെ കാണത്തില്ല. അവളെ കൊച്ചിനെ അടിച്ച് മാറ്റിയിരിക്കുക. എന്നിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അമ്മായിയമ്മക്കും ചേട്ടനും ഒക്കെ എതിരെ അവൾ അവിടെ നിന്ന് പറയണത്. ചേട്ടൻ എന്നെ തോണ്ടി, ആര് തോണ്ടാൻ? അവൾക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ല. അധർമ്മം എന്നെ വരവേണ്ടില്ലേ? അവൾക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ല. ആ കൊച്ചിനെ അടിച്ച് മാറ്റിയിരിക്കണം. അവൾ പ്രസവിച്ച നാട്ടുകാരുടെ മുമ്പിൽ അവളുടെ തള്ളയും അതുപോലെ ഒരു ഭ്രാന്തിയാണ്. അവളെ ഉദ്ദേശിക്കണത് ഇത്രയേ ഉള്ളൂ, മകളെ കെട്ടിച്ചാന്ന് ചോദിക്കുമ്പോൾ കെട്ടിച്ചു. കൊച്ചുണ്ടായ തീർന്നു. എതിരെ കൊച്ചെന്തേ കെട്ടിയാലെന്ത്? എല്ലാം ഈ തള്ളയുടെ കൂടെ നിൽപ്പുണ്ട്. തല വിട്ട് കൊടുക്കത്തില്ല. തല കൊച്ചു നോക്കും. ഇവൾക്കും അത് തന്നെ സുഖമല്ലേ? പ്രധാന വീട്ടിൽ പോയി ജോലി ചെയ്യേണ്ടിയൊക്കെ വരത്തില്ലേ? അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരികയല്ലേ? ഇവിടെയാണെങ്കിൽ അമ്മയുടെ കൂടെ നിന്ന് അവർ പ്രശ്നമില്ല. അവർക്ക് ശമ്പളമുണ്ട്, കുഞ്ഞെ വളർത്താനുണ്ട്. ഇപ്പം എന്നാ സംഭവിച്ചിരിക്കണത്? ഇപ്പം കേസും കൊടുത്തിരിക്കുകയാണ് ഭർത്താവിനെതിരെ. പോയി താമസിക്കണേ ഇല്ല, ഒരുമിച്ച് താമസിക്കണേ ഇല്ല. അവനെതിരെ അവകാശത്തിൽ കൊച്ചിന് വേണ്ടി അവക്കും ചെലവിന് വേണ്ടി. ഇത് അധർമ്മമാണ്. നിങ്ങൾ ഓർക്കരുത്. ഇത് ചിലപ്പോൾ ഈ വിജാതിയരുടെ കോടതിയിൽ ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾ ജയിച്ചെന്ന് വരും. പക്ഷേ നിങ്ങൾ തോക്കണ ഒരു അടിപൊളി സ്ഥലം വരുന്നുണ്ട്. കാത്തിരുന്നാൽ മതി. കൃത്യമായിട്ട് പണി പാർസൽ വരും. അവറാച്ച സൂക്ഷിക്കണം. അതായത് ഇത് അധർമ്മമല്ലേ? ഇത് നിങ്ങൾക്കറിയാം. നിങ്ങൾ തരികിട കാണിച്ച് നിൽക്കുകയാണെന്നറിയാം. നിങ്ങൾക്ക് പിന്നെ അവരിങ്ങോട്ട് വന്ന് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് അവനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവന് എന്നാ സംഭവിച്ചു? അവൻ്റെ ജീവിതം പോയി, അവൻ്റെ ശമ്പളം പോയി, അവൻ്റെ സമാധാനം പോയി, അവൻ്റെ കുടുംബം പോയി. നിന്നെ ഈ ഒരു ഭണ്ഡാരത്തിന് കെട്ടിയിരിക്കണ കാരണം ഇതിന് വേറെ പെണ്ണവന് കിട്ടുമോ? അതുമില്ല. ജീവിതം ഈ പാവത്തിനെ ചതിക്കുന്ന അമ്മയും മക്കളുടെ എണ്ണം കേരളത്തിൽ കൂടുതലാണ്. നിഷ്കളങ്കരമായ ചെറുപ്പക്കാരെ ചതിക്കുന്ന വളരെ ഈ ബഫലോ ടൈപ്പായിട്ടുള്ള അമ്മമാരുടെയും പെമ്മക്കളുടെ എണ്ണം കേരളത്തിൽ കൂടുതലാണ്. ഇത് അധർമ്മമാണ്. നിങ്ങൾ ഓർക്ക് ജയിച്ചെന്ന് വിചാരിക്കും. നിങ്ങൾ ജയിക്കത്തില്ല. ഒന്നുറങ്ങിയത് കൊണ്ട് നേരം വിളിക്കത്തില്ല. ഇനിയും ഉറങ്ങാൻ വരണതേ ഉള്ളൂ. അധർമ്മം വർദ്ധിച്ചാൽ നിങ്ങളിൽ എന്ത് പറ്റും? ബൈബിൾ എന്താ പറയണത്? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകും. അതാണ് പ്രശ്നം. ഒന്ന് പറഞ്ഞേ. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകും. അതാ വിഷയം. ഇപ്പം അമ്മ ഈ വയസ്സാം കാലത്ത് മകളെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. അവരെ താങ്ങാനും അവിടെ കാര്യം ചെയ്യാൻ വേണ്ടി ഒരു കുടുംബം നശിപ്പിച്ചുകൊണ്ട്. ഞാനൊരു കാര്യം പറയും. ഞാൻ ഇന്ന് കേരളത്തിൽ എൻ്റെ ഒരു കണക്ക്, എൻ്റെ ധാരണയാണ്, ഞാൻ 87-6 തുടങ്ങിയാണ് കൗൺസിലിങ്. ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് ഒരു 21 lakhs ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, കുടുംബം തകർന്നതിൻ്റെ ഒരു 60% കാര്യം പെണ്ണിൻ്റെ അമ്മമാരാണ്. ഞാനും പറയണത് വെറുതെ പറയണതല്ല. ഞാൻ എൻ്റെ കൈ കൂടിയാണല്ലോ ഈ സാധനം ഈ 37 കൊല്ലം പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എനിക്ക് സങ്കടം വരാറുണ്ട്. ഭയങ്കര കത്തോലിക്കരാണ്, ക്രിസ്ത്യാനിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കഥയൊന്നുമില്ല. ഇവൾ തനി കൈയും കാലും വെച്ച് സാരി ഉടുത്ത വലിച്ചാഴിയാണ് ഈ സാധനം. ഇവൾ നശിപ്പിച്ചിരിക്കുന്ന കുടുംബങ്ങളുടെ കണ്ണുനീരിനെ അത് കുടത്തിൽ കോരിയാലും തീരത്തില്ല. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും മനഃപൂർവ്വം ആരെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിൽ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ അനുതാപപ്പെടണം. കാര്യം എന്താ വെച്ചാൽ ദൈവം അത് ഉടമ്പടിയിലല്ലെന്ന് പറയുന്ന കാര്യം ചതി. അതുപോലെ തന്നെ നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ദൈവത്തിന് വശം പെടുത്താൻ നോക്കിക്കഴിഞ്ഞാൽ, ഇന്നലെ ഒരുത്തിയെ ഞാൻ ഇവിടുന്ന് ഓടിച്ചിട്ട് കളഞ്ഞു. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, എന്താ പ്രശ്നം വെച്ചാൽ, നിലയും പിടിച്ച് നിൽക്കുകയാണ് അമ്മയും മകളും കൂടി നിലയും പിടിച്ച് നിൽക്കണം. കർണാടകക്കാരത്തിയാണ്, ടഡിങ് ക്രിസ്ത്യാനിയാണ്. അപ്പോൾ ഇവർക്ക് ചീട്ട് കിട്ടിയില്ല. ഇപ്പോൾ ഇവിടെ നിന്ന എൻ്റെ സ്റ്റാൻഡ് ബൈ ആയിട്ട് നിൽക്കുന്ന സഹോദരൻ എൻ്റെ മുമ്പിൽ കരഞ്ഞപ്പോൾ അയാളെ വിശ്വസിച്ച് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, അച്ഛാ ഇവർ കർണാടകത്തിൽ നിന്ന് വന്നതാണ്, രാവിലെ വന്നതാണ്, ഇവളുടെ ഭർത്താവ് ഇവളെ ഉപേക്ഷിച്ച് ഭയങ്കര കേസൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും ചെറുപ്പകാലത്തല്ലേ വേദനിക്കണമെല്ലാം വിചാരിച്ചത് വിളിച്ച് ഞാൻ ഇവളുടെ ഭർത്താവിൻ്റെ ഫോട്ടോ എനിക്ക് തന്നു, കല്യാണ ഫോട്ടോ. ഞാൻ അതും കൊണ്ട്, അപ്പോൾ ഞാനാണ് തളർന്ന് നിൽക്കുന്നത്. രാവിലെ നിൽക്കുന്ന ഉച്ച കഴിഞ്ഞ് വന്ന് നിന്നിട്ട് ആ നിൽക്കുകയല്ലേ ഇവിടെ.
അപ്പോൾ കാലൊക്കെ നീരിറക്കി ഒരു പരുവമാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഇവരുടെ കല്യാണ ഫോട്ടോയും കൊണ്ട് ഞാൻ അമ്മയടുത്ത് വന്നു. അമ്മയടുത്ത് വന്നപ്പോൾ ഈ സൗത്ത് പോളും നോർത്ത് പോളും 2 പോള്, അതായത് ഈ കാന്തം ഒരേ പോളുള്ള കാന്തം വികർഷിക്കണ പോലെ എന്നെ അടിച്ചു മാറുന്ന പോലെ സാധനം തള്ളി മാറ്റി. അപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നി. കാര്യം അവിടെ കാണിക്കാൻ പറ്റണില്ല. ഞാൻ തിരിച്ചു വന്ന മകളോട് ചോദിച്ചു, എടി നിൻ്റെ കയ്യിലാണ് മിസ്റ്റേക്ക് ആണല്ലോ അമ്മ പറയണമെന്ന് ചോദിച്ചു. നിൻ്റെ കയ്യിലാണല്ലോ മിസ്റ്റേക്ക് എന്നാണല്ലോ അമ്മ പറയണത്. അപ്പോൾ ഉടനെ ഇവർ രണ്ടും പമ്മി. എന്താ പമ്മിയൻ്റെ കാരണം എന്താ? അപ്പോൾ ഞാൻ ഉടനെ കൊച്ചിൻ്റെ അമ്മയോട് ചോദിച്ചു, ഇവളുടെ കയ്യിലാണ് മിസ്റ്റേക്ക് ആണെന്നല്ല അമ്മ പറയണത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് നിൽക്കണ കാരണം ഞാൻ ചൂടായി നിൽക്കായിരുന്നു. ഞാൻ പറഞ്ഞു എന്താ കാര്യം, കറക്റ്റ് കാര്യം പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അച്ഛാ ഇവളുടെ കയ്യിലാണ് മിസ്റ്റേക്ക്. എന്താ കാര്യം? ഇവൾ കല്യാണം കഴിച്ചിട്ട് വേറെ ഒരുത്തൻ ലൈൻ അടിച്ചതിൻ്റെ ഇടക്ക്. എന്നിട്ട് ഇവനെതിരെ ഇവൻ ലൈൻ അടിച്ച് വെച്ച് ഇവനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. അവന് പെണ്ണുമ്പോഴേ നഷ്ടപ്പെട്ട് ഇപ്പോൾ കേസിലുമായി അവൻ. എന്നിട്ട് ആ കേസ് ജയിക്കാൻ വേണ്ടി ഉടമ്പടി എടുത്തിരിക്കുകയാണ്. അടിപൊളി. എങ്ങനെയുണ്ട് പരിപാടി? ഞാൻ പറഞ്ഞു വല്ല റോഡേ കൂടി പോകണ്ട, വണ്ടി ഇടിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വല്ല ഇടവഴി ഉണ്ടെങ്കിൽ കർണാടകയിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. എന്ത് ചെയ്യാൻ? ഇതാണ് അവസ്ഥ. ദൈവോട് അത് ഉടമ്പടി ആകത്തില്ല. നിങ്ങൾ തിന്മയിലും അധർമ്മത്തിലും ഇരുന്നുകൊണ്ട് ഉടമ്പടി ചെയ്ത ഉടമ്പടി ആകത്തില്ല. അതറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് ഉൽപ്പത്തി 13:14. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് ഉൽപ്പത്തി 13:14. ശ്രുതിക്കട്ടെ. ഉൽപ്പത്തി 13:14. അബ്രാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം കർത്താവ് അബ്രാമിനോട് പറഞ്ഞു. കണ്ടാ? അബ്രാഹാം പറഞ്ഞേ, അബ്രാഹാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം സ്വന്തം പെമ്മക്കൾ കൂടെ കിടന്ന് ഉറങ്ങണ കക്ഷിയാണ് ലോത്തെ. ഈ പണ്ടാരത്തിനെ കൊണ്ട് നടന്ന വല്ല കാലത്ത് ഉടമ്പടി ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റത്തില്ല. ക്ലിയർ അല്ലേ? അതാണ് പറയണത്. ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി 13:14. അബ്രാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം പറഞ്ഞേ. അബ്രാഹാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം കർത്താവ് അബ്രാമിനോട് പറഞ്ഞു. കർത്താവ് അബ്രാഹിമിനോട് പറഞ്ഞു, നീ തലയുയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും എന്നേക്കുമായി ഞാൻ തരും. വാഗ്ദാനമാണ്. എൻ്റെ ഉടമ്പടിയായി. ആ മനുഷ്യനെ വിട്ടു മാറിക്കഴിഞ്ഞപ്പോൾ ഉടമ്പടി ഓട്ടോമാറ്റിക്കായിട്ട് ഉടമ്പടിയായി. അപ്പം ദൈവം മാറി നിൽക്കരുത്. ശരിക്കും പറഞ്ഞാൽ ആസത്തായ മനുഷ്യൻ അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് വിട്ടു മാറിക്കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉടമ്പടിയായി. നിങ്ങൾ എടുത്തിരിക്കുന്ന ഉടമ്പടി ആകണമെങ്കിൽ ആദ്യം തന്നെ അധർമ്മം ഉണ്ടോ എന്ന് നോക്കണം. അധർമ്മം നിങ്ങളുടെ കയ്യിൽ നിന്ന് ദൈവത്തിന് നിരക്കാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഉടമ്പടി ആദ്യം വന്നത് അങ്ങനെയാണ്. വിജയകുമാറിൻ്റെ കയ്യിൽ പാപങ്ങൾ ലിസ്റ്റാണ് ഇടുന്നത്. എൻ്റെ കയ്യിൽ അനുഗ്രഹത്തിൻ്റെ ലിസ്റ്റുകൾ. 4 മണിക്കൂറത്തെ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ 2 പേരുടെ ലിസ്റ്റ് ഒരുമിച്ച് വെച്ചപ്പോഴാണ് അമ്മ മാതാവിൻ്റെ മധ്യസ്ഥയിൽ ഈശോ പറഞ്ഞത്, അനുദപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കുമെന്ന്. കൈയടിച്ച് കർത്താവിനെ അനുഗ്രഹത്തിന് പാത്രമാകുവാൻ ഉടമ്പടി ആരാധനയിലൂടെ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നത് ചെയ്യുന്നെങ്കിൽ ജീവിതം ധന്യമായി തീർന്നിടും. ഇത് ദേശപ്രദം എഴുതിയ ഗാനമാണ്. അങ്ങേര് തന്നെ ട്യൂൺ ചെയ്തതാണ്. സൂപ്പറായിട്ടുണ്ട്. എന്താ അത്? നമ്മുടെ ഉടമ്പടിയുടെ ഒരു ആത്മാവാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ സെബിൻ എന്നും പറഞ്ഞൊരു മനുഷ്യൻ പൂഞ്ഞാറിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞു.
എനിക്ക് എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച സാക്ഷ്യമാണ്. സെബിൻ ഒരു ചെറുകിട വ്യവസായിയാണ്. അദ്ദേഹം കിഡ്സിൻ്റെ ഉടുപ്പുകൾ ചെയ്യുന്ന ആളാണ്. കിഡ്സിൻ്റെ ഉടുപ്പുകൾ, കൊച്ചു പിള്ളേരുടെ ഉടുപ്പുകൾ നെയ്ത് അതുപോലെ തന്നെ അത് ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനൊരു തകർച്ച വന്നു. ബിസിനസ് തകർച്ച വന്നപ്പോൾ അദ്ദേഹം ഉടമ്പടി ചെയ്തതെന്ന് വെച്ചാൽ ഒരു 1.5 ചെയ്താണ് ചെയ്തിരിക്കുന്നത്. കാര്യം ഒറ്റ ആഴ്ച കൊണ്ട് അമ്മ അവിടെ ഫേമിങ്ങനെ ഡെവലപ്പ് ചെയ്ത് കളഞ്ഞു. വല്ലാത്ത രീതിയിൽ വ്യവസായം വിപുലമായി. കേരളത്തിലൊക്കെ വ്യവസായം വിപുലമാകാൻ എന്ത് പാടാ. കേരളത്തിൽ നിന്ന് ആൾക്കാർ വ്യവസായം കൊണ്ട് പോണ കാലമല്ലേ ഇത്. നമ്മുടെ ചെറുപ്പക്കാരെല്ലാം ജോലി ചെയ്യണ ബുദ്ധിയും ബോധമുള്ളവരെ ചെറുപ്പക്കാരെല്ലാം പഠിപ്പിട്ടുള്ളവരെല്ലാം രാജ്യം വിട്ടു പോകുന്നു. വ്യവസായികൾ നാട് വിട്ടു പോകണം. പാടശേഖരങ്ങളെല്ലാം ഉണങ്ങി വരണ്ട് കിടക്കണം. ഈ കേരളത്തിന് വേണ്ടിയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. മണിപ്പൂരിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ പറയും, മണിപ്പൂരിനേക്കാൾ ദുരന്തം വരാൻ പോണ കേരളത്തിലാണ്. കേരളത്തിൽ നിന്നൊരു സമൂഹം തന്നെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഏറ്റവും വരാൻ പോകുന്ന ഏറ്റവും വലിയ വിപത്തുകൾ. എന്നിട്ട് തമ്മിൽ ജാതിപ്പോരും പാർട്ടിപ്പോരും അതിൻ്റെ പേരിലുണ്ടാകുന്ന രക്തസാക്ഷികളുടെ മണ്ഡപങ്ങളുടെ എണ്ണം കൂടുകയും അതൊരു കൃഷി പോലെ, ഒരു വ്യവസായം പോലെ കേരളത്തിൽ ചുവന്ന് ഇങ്ങനെ വികസിച്ച് നിൽക്കണ കാണാം. പലതരത്തിലുള്ള കളറിലെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഗുരുതരമായ ഒരു സാംസ്കാരിക ഇരുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ആർക്കും ആരെയും രക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ വല്ലാത്ത ഒരു സാമൂഹ്യ അപാചയം, അതിൻ്റെ ദുർഗന്ധത്തിൻ്റെ മണം വ്യക്തമാണ്. കയ്യിൽ നിന്ന് വിട്ടുപോയ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തെയും മണിപ്പൂരിനെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ മനുഷ്യൻ്റെ, അതായത് സെബിൻ്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. സെബിൻ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് മാതാവിന് നന്ദി പറയാൻ വേണ്ടി ഇവിടെ വരുമ്പോൾ പറയണൊരു കാര്യമുണ്ട്. എങ്ങനെയാണ് ഈ ബിസിനസ് അയാളെ വിജയിപ്പിച്ചത്, എങ്ങനെയാണ് ഈ കിഡ്സ് വെയറിൻ്റെ ചെറുകിട വ്യാപാരവും അയാൾക്ക് എങ്ങനെയാണ് അത് വിജയിപ്പിച്ചത്, എങ്ങനെയാണ് അത് ഉടമ്പടി ആട്രിബ്യൂട്ട് ചെയ്തത്. ആ ഉടമ്പടി അതായത് തകർന്ന് കിടക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഇത് മാതാവ് പച്ചപിടിപ്പിച്ച് കൊടുത്തത്. അപ്പോൾ എന്താ ചെയ്തതെന്ന് പുള്ളി പറയുന്നുണ്ട്. ഞാൻ ഉടമ്പടി പറയാത്ത പല കാര്യങ്ങളും ചെയ്താൽ രക്ഷപ്പെട്ടെന്ന് പുള്ളി പറയണം. ഉടമ്പടി പറയാത്ത കാര്യം എന്താ? നമ്മൾ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുത്താൽ മതിയെന്ന് നമ്മൾ ഉടമ്പടി പറയുന്നില്ലേ, കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ സെബിൻ ചെയ്യണം അതല്ല. സെബിൻ പറയണത് നിങ്ങൾ ശരിക്കും പോകേണ്ടത് ഇതുപോലെയുള്ള ഈ പാലിയേറ്റീവ് കെയറിൽ പോകണം. പാലിയേറ്റീവ് കെയർ, ഞാൻ പല പാലിയേറ്റീവ് കെയറിൽ പോകുന്നുണ്ട് ഉടമ്പടിക്ക് ശേഷം. പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാൻസറൊക്കെ വന്ന് രോഗിയായിട്ട് കുടുംബത്തിൽ നിന്ന് മാറ്റി വേറെ വേദന അറിയാത്ത രീതി കറുപ്പിൻ്റെ ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് വേദന അറിയിക്കാതെ ജീവിക്കണ സ്ഥലത്താണ് പാലിയേറ്റീവ് കെയർ. അപ്പോൾ ഞാൻ അവിടെയാണ് പോണത്. ഞാൻ 10-12 പാലിയേറ്റീവ് കെയറിൽ പോകുന്നുണ്ട്. അപ്പോൾ അവർ നമ്മളോട് ചോദിക്കുന്ന ഒരു സംഭവമുണ്ട്. എന്താണെന്നറിയാം? ഡയപ്പർ. ഗവൺമെൻറ് അവർക്ക് കൊടുക്കുന്ന ഡയപ്പർ, പക്ഷേ തികയത്തില്ല. ഡയപ്പറിൻ്റെ ഉപയോഗം അറിയാമല്ലോ, തികയത്തില്ല. അപ്പോൾ അവരെന്നോട് ചോദിക്കും, സാറേ ഡയപ്പർ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ചോദിക്കും. അപ്പോൾ ഞാനിതും ചുവന്നുകൊണ്ടാണ് പോണത്. അതാണ് കാരുണ്യ പ്രവൃത്തി ചെയ്യണേ. അല്ലാതെ നമ്മുടെ ഇങ്ങനെ 5 ബ്ലൗസ് എടുത്ത് വെച്ചും ഇത് എൻ്റെ പാറ്റ കുറഞ്ഞതുണ്ടാ എന്ന് നോക്കിയിട്ട് നല്ലത് മാറ്റി വെച്ചിട്ട് മോശം കൊണ്ടേ കൊടുക്കുകയല്ല. ഇത് ദൈവത്തെ അറിഞ്ഞ് ജോലി ചെയ്യണമെന്ന് ഉടമ്പടി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്ന മാറ്റം. അതായത് ഈ സ്ഥലങ്ങളിലെല്ലാം ചെല്ലുമ്പോൾ അവിടെ നിന്ന് താമസിച്ച് ജോലി ചെയ്യുന്നവരുണ്ട്, ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്.
ഞാൻ എപ്പോഴും നിങ്ങൾ പറയും ഈ മരം അറിയാതെ കൂടിയിടണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. ഉടമ്പടി എന്താണെന്ന് അറിയാൻ പാടില്ലാതെ ഇപ്പോൾ ചില പരിചാരികളെ കൊണ്ടുവന്ന് അതിൻ്റെ അകത്ത് കുറേ സാധനമൊക്കെ എഴുതിയിടുകയില്ലേ, ജോലി കിട്ടണം, ഗവൺമെൻറ് വിളിക്കണം, ഓഫർ ലെറ്റർ ഇടണമൊക്കെ അവിടെ കുത്തിയിരുന്ന് എഴുതി കൊണ്ടുവന്ന് നേർച്ചപ്പെട്ടി ഇടും. എന്താ നിങ്ങളോട് പറയാനുള്ളതെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളാണെങ്കിൽ ഒരു കാര്യം, ഫ്രോഡെന്ന് വെച്ചാൽ ഫ്രോഡിന് കൈയും കാലും വെച്ച് അങ്ങനെ ഇരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ലല്ലോ സംഭവം ഉടമ്പടി എന്ന് പറയണത്. ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ്? അവൻ പറയണ പോലെ ചെയ്യുകയല്ലേ. ചെയ്യുമ്പോൾ അവൻ തന്നെയാണ് പ്രാധാന്യം. അവൻ പറയുന്നതിനേക്കാൾ ഇരട്ടി ചെയ്യണമെന്നാണ് അവൻ്റെ മനസ്സിലിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളോട് 1 മൈൽ പോകാൻ പറഞ്ഞാൽ നിങ്ങൾ 2 മൈൽ പോകാൻ പറയും. അങ്ങനെ ആ വചനം അറിയാവുന്നവരാണ് ഇരട്ടി ചെയ്യണത്. ഇരട്ടി ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളിൽ ദൈവസ്നേഹം അഭിഷേകമാകും. ദൈവസ്നേഹം അഭിഷേകമായി കഴിയുമ്പോൾ ഈ ഷാംലിൻ പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. ഷാംലിൻ പറയണത്, എനിക്ക് അവസാനം ആരും എന്നോട് ഒന്നും പറഞ്ഞു തരേണ്ട ഒരു കാര്യമില്ല. ഞാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എൻ്റെ മനസ്സിലിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കും. ഇത് പ്രാർത്ഥിക്കുകയും എനിക്ക് കിട്ടുന്ന സമയത്തൊക്കെ അത് പ്രാർത്ഥന എൻ്റെ മനസ്സിൽ ദൈവം തരും. അപ്പോൾ പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യം വന്നാൽ അപ്പം തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതെച്ചാൽ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, വല്ലാത്ത ഒരു ഉന്മാദവും അഭിഷേകവും ഇങ്ങനെ പല പല ഘട്ടങ്ങളിൽ. അതായത് നല്ല ഉടമ്പടിയുടെ ലക്ഷ്യം ദൈവസ്നേഹമാണേ. ദൈവസ്നേഹം അങ്ങോട്ട് നിറഞ്ഞു പോയാൽ, സത്യസന്ധമായിട്ടാണ് നിങ്ങൾ ദൈവത്തിന് വേണ്ടി സാക്ഷിയാകണമെന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും. അപ്പോഴും നിങ്ങൾക്ക് ദൈവസ്നേഹം നിറയും. അപ്പോൾ ഇതെല്ലാം ലൈറ്റ് വെയിറ്റായി. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഭാരച്ചുരുക്കം എന്ന് പറഞ്ഞാൽ എങ്ങനെ വരണതാണെന്ന്. ഉടമ്പടിയിലെ മെയിൻ ആൽബങ്ങൾ ഒന്നാണ് ഭാരച്ചുരുക്കം. ഭാരലഘുത്വം, സമയച്ചുരുക്കം, ഭാരലഘുത്വം. വലിയ ഭാരമുള്ള വിഷയം നമുക്ക് ഫീൽ ചെയ്യാതിരിക്കാം. നമുക്കത് ഫീൽ ചെയ്യത്തില്ല, വലിയ സംഭവമാണ്, പക്ഷേ നമുക്കത് ഫീൽ ചെയ്യാതെ നമ്മളെ ദൈവം കൊണ്ടുപോകും. അപ്പോൾ അത് ഒരു അഭിഷേകമാണ്. ഇപ്പോൾ ഉടമ്പടിയിൽ ദൈവസ്നേഹം നിറഞ്ഞ അനുസരിച്ച് കൊണ്ട് അഭിഷേകം കൂടിയാൽ നമ്മൾക്ക് കുരിശ്, അതുപോലെ തന്നെ വേദനയുടെ അവസ്ഥകളെ ദൈവം അറിയിക്കാതെ കൊണ്ടുപോകും. അതാണ് അഗ്നിയിലൂടെ നടക്കും, അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല എന്നൊക്കെ ഐസയ 43:2 പറയണത്. ആ അഭിഷേകത്തിൻ്റെ ഒരു നിലവാരത്തിലാണ് അത് സംസാരിക്കണ വചനം. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ഉടമ്പടിയുടെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ, ദൈവസ്നേഹത്തിൽ നിന്ന് അഭിഷേകം പ്രാപിക്കാൻ, സുവിശേഷത്തിന്റെ സാക്ഷിയായി ജീവിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികടെ ഹല്ലേലൂയ. എല്ലാവരും ദൈവസ്നേഹത്തോടെ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ, പ്രവർത്തികൾ ചെയ്യുവാൻ, അധികമായി ചെയ്യുവാൻ ഞങ്ങൾ ഈ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ. സ്വർഗക്കാരനെ നാവിലെന്നെ തൊടണേ, ഓ സ്വർഗക്കാരനെ നാവിലെന്നെ തൊടണേ, യേശുനാമം പുണ്യനാമം പാരിലെന്നും ഘോഷിക്കാൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ദൈവസ്നേഹമായാലും വിശ്വാസമായാലും എൻ്റെ നിലവാരം ഒന്ന് ചെക്ക് ചെയ്യണം, നല്ലതാണ്. എല്ലാവർക്കും വിശ്വാസമുണ്ടേ. അല്ല പിന്നെ വയനാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് ഉടമ്പെടുക്കുക, വളരെ പാവപ്പെട്ടവർ. വിശ്വാസമുണ്ട്. വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻസാണ് അതുപോലെ പ്രധാനപ്പെട്ടത്. എല്ലാവർക്കും ദൈവസ്നേഹമുണ്ട്. ദൈവസ്നേഹത്തിൻ്റെ എക്സ്പ്രഷൻസാണ് അതുപോലെ പ്രധാനപ്പെട്ടത്. ഇപ്പോൾ കഴിഞ്ഞ ഗ്രേസി ഡേവിസിൻ്റെ സാക്ഷ്യം കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു. അവരുടെ വേറൊരു സാക്ഷ്യമുണ്ട്. അവരുടെ സാക്ഷ്യം വെച്ചാൽ അവരങ്ങനെ ഇവിടെ അമ്മയുടെ മുമ്പിൽ വന്ന് ഇരിക്കുകയാണ് ധ്യാനം കൂടാൻ വേണ്ടി. ധ്യാനം കൂടുന്ന കാര്യം കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് എന്ത് പറഞ്ഞാലുമേ ചില ആൾക്കാർ അത് സീരിയസ് ആയിട്ട്, ഭയങ്കര അൾട്രാ സീരിയസ് ആയിട്ട് എടുക്കും. ചില ആൾക്കാർ അച്ഛൻ അങ്ങനെ പറഞ്ഞാൽ ധ്യാനത്തിൻ്റെ കൂടെ ഉള്ളതായിരിക്കും, അത് അവരത്ര സീരിയസ് എടുക്കില്ല. ഗ്രേസ് ഡേവിഡിനോട് ഇപ്പം ഞാൻ ഈ രോഗശാന്തി പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാവരും മുട്ടേ നിൽക്കാൻ പറഞ്ഞു. അവർ മുട്ടയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പരിശുദ്ധാത്മാവ് നൽകിയതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളുടെ ഇടയ്ക്ക് നിങ്ങളുടെ വിഷയം എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇപ്പോൾ പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം നയിക്കുന്നു, അമ്മ നിങ്ങളെ സഹായിക്കും. അപ്പോഴാണ് ഗ്രേസി ഡേവിഡ് ഓർത്തത്,
ഒരു കുപ്പി വെള്ളവും കൊണ്ട് വന്നായിരുന്നു. കാര്യം അത് ഈ ബാഗിൽ വെച്ചുകൊണ്ട് ഇവിടെ ഇരിക്കരുത്, ബാഗിൽ വെച്ചുകൊണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ ബാഗിലെ വെള്ളം ഗ്രേസ് ഡേവിഡ് എടുത്തു വെച്ചും പറഞ്ഞു, അമ്മേ ഇത് കണ്ട, എനിക്ക് ഒരു വയറ് വെച്ച് വെള്ളം നിറച്ച് കുടിക്കാനുള്ള ഒരു അനുഗ്രഹം തന്നെ. ഞങ്ങളുടെ വീട്ടിലെ വെള്ളം ഇതാണ്, ഇന്നത്തെ ബാക്ടീരിയ ആണ്, ചത്തുപോകുന്ന പറയണം, ഞങ്ങളിനി എവിടെ പോയി പൊറുക്കും എന്ന് പറഞ്ഞ് അമ്മനെ ഈ കുപ്പിയും വെള്ളവും കാണിക്കും. അത് എക്സ്പ്രഷൻസ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയും, വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻ. അമ്മനെ കുപ്പിയും വെള്ളം, ഈ വെള്ളം കണ്ട അമ്മേ ഇത് കുടിക്കാൻ പറ്റത്തില്ല, ഇത് ബാക്ടീരിയയാണ്, ഞങ്ങൾ അവിടുന്ന് എവിടെ പോയി ഇതിനെ പൊറുക്കാനാണ്, ചെറിയ സ്ഥലമാണ് താമസിക്കുന്നത്. അമ്മനെ വെള്ളമൊക്കെ കാണിച്ചിട്ട് അവർ പോകും. വീട്ടിൽ ചെല്ലുമ്പോൾ ഭർത്താവ് വാതിക്കൽ നിൽപ്പുണ്ട്. ഭർത്താവ് ചോദിക്കും, എടി അമ്മ വെള്ളത്തിൻ്റെ കാര്യം വല്ലതും പറഞ്ഞ? അതാ കണ്ട, അതാണ് സാധനം. നോക്കിയേ, അവരെന്ത് സീരിയസ് ആയ വിഷയം എടുക്കണം, ഒരു കുടുംബം എന്ത് സീരിയസ് ആയിട്ടാണ് ആ വിഷയം എടുക്കുന്നത്. നമ്മളൊരു മന്ത്രിനെ, മുഖ്യമന്ത്രിനെ, നമ്മുടെ ഏറ്റവും അടുപ്പമുള്ള ആളെ കണ്ടുവച്ചും വീട്ടിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക പ്രതികരണമാണ്. അപ്പോൾ ഗ്രേസ് എന്ന് വിളിക്കും, ഗ്രേസേ അമ്മ വെള്ളത്തിൻ്റെ കാര്യം വല്ലതും പറഞ്ഞു വന്ന് ഭർത്താവ് ചോദിക്കും. അപ്പോൾ ഗ്രേസ് പറയും, അമ്മ ഞാനെല്ലാം അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, അമ്മ നമുക്ക് നല്ലതേ വരത്തത്തുള്ളൂ. കാര്യം റിട്ടേൺ ഒന്നും പറഞ്ഞില്ലായിരുന്നല്ലോ, അപ്പോൾ പിന്നെ അവർക്ക് വേറെ മറുപടി പറയാം, തിരിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ, കാണിക്ക് മാത്രമല്ലേ ചെയ്തുള്ളൂ. ഞാനെല്ലാം അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ദീർഘനിശ്വാസത്തോടെയാണ് പറയുന്നത്, ഞാനെല്ലാം അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, അമ്മ എല്ലാം ചെയ്യും എന്ന് പറഞ്ഞ് അവരകത്തോട്ട് കയറിപ്പോയി. പിറ്റേ ദിവസം അവർ ജോലി കഴിഞ്ഞ് അവരൊറ്റക്കായപ്പോൾ ജപമാലയും എടുത്തുകൊണ്ട് അവർ മുറ്റത്തോട്ടിറങ്ങും. മുറ്റത്തോട്ടിറങ്ങി ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ചോദിക്കും, ഗ്രേസേ കിണർ കുത്തണ്ടേന്ന് ചോദിക്കും. അപ്പോൾ ഗ്രേസ് നോക്കിയിട്ട് ആളെ കാണാനില്ല. അപ്പം അവർക്ക് ഗ്രേസെ മനസ്സിലാവും അമ്മയാണെന്നുള്ളത് പരിശുദ്ധാത്മാ വെളിപാട് കൊടുക്കും. അപ്പോൾ പിന്നെയും ഗ്രേസിനോട് പറയും, നീ കിണർ കുത്തണമെങ്കിൽ ഇവിടെ കുത്താൻ പറയും, സ്വരമാണത്. ഉടനെ പറയും, അമ്മ ഇത് മുറ്റമാണല്ല, സൈഡിലെ മുറ്റം, അവിടെ ഞങ്ങൾ ടൈൽസ് ഇട്ടിരിക്കുകയാണ്, നീ അത് പറിച്ച് മാറ്റിയിട്ട് അവിടെ കിണർ കുത്താൻ പറയും. അപ്പോൾ ജോമാർ തിരുമ്പോൾ ഹസ്ബൻഡ് ഒരു പറയും, അമ്മ വന്നിട്ടുണ്ടായിരുന്നു പറയും. അവരുടെ ആ എക്സ്പ്രഷൻസ് കണ്ടില്ലേ, അമ്മ വന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ കിണർ കുത്താൻ പറഞ്ഞതെന്ന് പറയും. അപ്പോൾ ഈ ഹസ്ബൻഡ് ചിരിക്കത്തില്ല, അതാണ് പ്രശ്നം. അവർ ചിരിക്കത്തില്ല. ചിരിക്കാതെ അപ്പം തന്നെ കൈക്കോട്ട് എടുത്തിട്ട് ഇതെല്ലാം മാറ്റിയിട്ട് അവർ കിണർ കുത്താൻ തുടങ്ങും. കുത്താൻ തുടങ്ങിയിട്ട് ഗ്രേസ് പറയണത് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ സമുദ്രം പോലെ വെള്ളം വന്നു. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉടമ്പടിയുടെ ഒരു നിലവാരം അതാണ്. സത്യസന്ധമായ ദൈവത്തിൽ അടിയുറച്ച് മനസ്സുറച്ച് സ്നേഹിച്ച് വിശ്വസിക്കുന്നവനും അതുപോലെ തന്നെ ദൈവം ഇതുപോലെയാണ്, ബൈബിളിനേക്കാൾ പവർഫുള്ളാണ്. ബൈബിളിനേക്കാൾ എബ്രാഹത്തിൻ്റെ കാലത്തേക്കാൾ എത്രയോ ക്ലിയറാണിത്. എബ്രാഹത്തിൻ്റെ വിഷയത്തെക്കാളും ഇത് ക്ലിയറാണ്. അവിടെ ഉടമ്പടി. അപ്പോൾ എൻ്റെ സഹോദരനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഉടമ്പടി എടുത്തെങ്കിൽ അച്ഛനിലൂടെ ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിച്ച കാര്യങ്ങൾ ഓർത്തിട്ട് ഉടമ്പടി എക്സിക്യൂട്ട് ചെയ്യാൻ, പ്രയോഗത്തിൽ വരുത്താൻ വേണ്ടി സുവിശേഷവിഹിതമായ ഒരു നടപടിക്രമം സ്വീകരിക്കുക, ഒരു ചട്ടക്രമം സ്വീകരിക്കുക. നിയമം, ചട്ടം, വാഗ്ദാനം എല്ലാം പാലിക്കുന്നതിന് വേണ്ടിയുള്ള ഇന്ധനമാണ് ദൈവസ്നേഹം. ആ ദൈവസ്നേഹം നിങ്ങൾ നിറയുകയും അധർമ്മം കുറയുകയും വിശുദ്ധീകരിക്കപ്പെടുകയും കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ വലിയ സാക്ഷിയായി ദൈവം നിങ്ങളുടെ കൂടെ ജീവിക്കുന്നതും കുടുംബത്തിൽ ജീവിക്കുന്നതും സ്വരമായും സുഗന്ധമായും നിങ്ങൾക്ക് അനുഭവിക്കാൻ ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. രോഗസൗഖ്യ പ്രാർത്ഥനയാണ്. ജീവിത ദുരിതങ്ങൾക്ക്, തടസ്സങ്ങൾക്കുമെതിരെയുള്ള ദൈവിക ശക്തിയുടെ സൗഖ്യപ്രാർത്ഥനയാണ്. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സ്തുതിക്കുകയോ, വിശ്വാസപ്രമാണം അറിയാവുന്നവർ വിശ്വാസപ്രമാണം ചെല്ലുക ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തെ
പ്രകടിപ്പിക്കാം. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 36 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മമാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുമേ, ഇത് ഓൺലൈനായി എപ്പോഴെല്ലാം ആരെല്ലാം എവിടെയെല്ലാം വെച്ച് പ്രാർത്ഥിക്കുന്നുവോ അവിടെയെല്ലാം ജീവിതത്തിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന ദൈവികമായ ജീവിത ദുരിതങ്ങളെ, തടസ്സങ്ങളെ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിൽ ഈശോ പൂർണ്ണമായി ഏറ്റെടുക്കട്ടെ. കർത്താവേ, ഓരോ മകൻ്റെ മേലും മകളുടെ മേലും നിൻ്റെ വിശുദ്ധമായ വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അടിപ്പിണർ പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി ഓരോ മകൻ്റെ മേലും മകളുടെ മേലും കർത്താവെ അങ്ങ് ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ ശക്തി പടരട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ മാരകരോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മുതുകിൽ ശവ പോലെ മുഴകളെ കാണിക്കുന്നവരെ ഈശോ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആന്തരികമായ അവയവങ്ങൾ ശിഷ്ടമുള്ളവരെ, വാൽവ് ചുരുങ്ങിപ്പോയവരെ, വാൽവ് വികസിക്കുന്നവരെ, കിഡ്നി ചുരുങ്ങിപ്പോയവരെ, കിഡ്നി വികസിക്കുന്നവരെയും പതിര് വികസിക്കുന്നവരെയും, ശ്വാസകോശങ്ങൾ ഒതുങ്ങിപ്പോയവരെയും, അതുപോലെ തന്നെ അന്നനാളങ്ങൾ ചുങ്ങിപ്പോയവരെയും കർത്താവിൽ നിൻ്റെ വിശുദ്ധമായ വലതുകരത്താൽ ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ മാർഗരോഗങ്ങൾ യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, രോഗസൗഖ്യ സന്ദേശത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. സദയം തുടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ, സദയം തുടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ത്വക്ക് രോഗികൾക്കും ക്യാൻസർ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. മുട്ടിപ്പിടിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ണ് കാഴ്ച പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ചെവി കേൾക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തൈറോയ്ഡ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹൃദയ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വാതരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യം മഹത്വപ്പെടുന്ന കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. യേശുക്രിസ്തുവിന്റെ വിശുദ്ധ രക്തം, യേശുക്രിസ്തു വിശുദ്ധ രക്തം ഉച്ചമുതൽ ഉള്ളംകാല് വരെ ശരീരം ആസ്തകരം പൊതിയട്ടെ. മാർഗരോഗങ്ങൾ, തീരാവേദികൾ, ത്വക്ക് രോഗങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ, അസ്ഥിരോഗങ്ങൾ, അസ്ഥി ഉരുക്കങ്ങൾ, രക്തസ്രാവങ്ങൾ, മറ്റു തരത്തിലുള്ള സ്രാവരോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശുദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അവരെ സാക്ഷികളാക്കി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സദയം തുടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓൺലൈനിലുള്ളവരും ഇവിടെ തീർത്ഥാടനത്തിലുള്ളവരും ഉടമ്പടി പുതുക്കിയ വിഷയങ്ങളുടെ മേലും
ഉടമ്പടി ആദ്യമായിട്ട് വെച്ച വിഷയങ്ങളെ പിന്നെ അതിശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. Christ, power of His Spirit, touch with the fire finger, soak with the precious blood, and today the Catholic Church, with the power of Jesus Christ, with the Metasthamla Holy Priesthood, I command you, in the name of Jesus Christ, to hear കർത്താവേ, ജോലിയില്ലാത്തവരെ, സാമ്പത്തിക തകർച്ച വന്നവർ, കേസ് അകപ്പെട്ടിരിക്കുന്നവരെ, വാഗവടപടി നടക്കാത്തവരെ, കർത്താവ് സ്ഥലമില്ലാത്തവർ, വീടില്ലാത്തവർ, വാടക താമസിക്കുന്നവരെ, വഴിയില്ലാത്തവർ, കുടുംബത്തിൽ കലഹങ്ങളുള്ളവർ, മാരകരോഗികൾ, മനോരോഗികൾ, കർത്താവിൻ്റെ നാമത്തിൽ ഏറ്റെടുക്കേണ്ട കർത്താവ് വിവിധ വിദേശങ്ങളിൽ അകപ്പെട്ടവർ, പോകാൻ പോകുന്ന രോഗികൾ, പോകാൻ പോകുന്ന മനുഷ്യർ, തിരിച്ചു വരാൻ നിവൃത്തിയില്ലാതെ ഇരിക്കുന്നവർ, വിസ കിട്ടാത്തവർ, ഓഫർ ഇട്ടവർ, വിസ കിട്ടാത്തവർ, ജോലിക്ക് ഇടം കിട്ടാത്തവർ, താമസിക്കാൻ ഇടം കിട്ടാത്തവർ, ഭക്ഷണ മാർഗമില്ലാത്തവർ, ശമ്പളം കുരുങ്ങിപ്പോയവർ, വിവാഹം ഒത്തുവരാത്തവർ, കർത്താവ് കേസ് അകപ്പെട്ടവർ, ഭാര്യാഭർത്താക്കന്മാരെ കേസ് അകപ്പെട്ടിരിക്കുന്നവർ, എല്ലാ മേഖലകളിലും മക്കളില്ലാത്തവർ, എല്ലാ യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ, ജീവിത ദുരിതങ്ങൾ, തടസ്സങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. വരേണമേ എന്നിൽ നിറയണമേ. വരേണമേ സൗഖ്യം നൽകണമേ. വരേണമേ എന്നിൽ നിറയണമേ. വരേണമേ സൗഖ്യം നൽകണമേ. പ്രാർത്ഥിക്കുക, മൗനമായി പ്രാർത്ഥിക്കുക. സമാപന ആശീർവാദം. ഒരിക്കൽ കൂടി മരിയനെ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും, ഉടമ്പടി പുതുക്കി സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ, ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഇപ്പം നമ്മൾ നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങളെയും സമാനമായ വിഷമതകളിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രതിഷീലനത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ശിരസ് നമിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യ നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ